മൈസൂരുവിന് സമീപം നഞ്ചൻകോട് കെ.എസ്.ആർ.ടി.സി ബസ്സിന് തീപിടിച്ചു. യാത്രക്കാർ തലനാരിടയ്ക്കാണ് രക്ഷപ്പെട്ടത്. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. ജോഷില, ഇതെങ്ങനെയാണ് ഈ അപകടമുണ്ടായതെന്ന് സംബന്ധിച്ച് വ്യക്തതയുണ്ട്. എത്ര പേരുണ്ടായിരുന്നു ബസ്സിൽ? എന്താണ് വിവരങ്ങൾ? സിജു, ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ബാംഗ്ലൂർ സർവീസ് ബസ് നഞ്ചൻകോട് വെച്ച് തീപിടിക്കുകയായിരുന്നു. ബസ്സിനടിയിൽ നിന്നും തീ ഉയർന്ന് പൂർണ്ണമായും ബസ് കത്തിനശിച്ചു. ഈ വെക്കേഷൻ സമയമായതിനാൽ അധികം യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. യാത്രക്കാരെല്ലാം തന്നെ സുരക്ഷിതരാണ്. ഇവരെ സുൽത്താൻ ബത്തേരിയിൽ എത്തിച്ചു. ചിലരുടെ ലാപ്ടോപ്പ്, സർട്ടിഫിക്കറ്റുകൾ, പാസ്പോർട്ട് എന്നിവ അഗ്നിക്കിരയായിട്ടുണ്ട്. കോഴിക്കോട് ഡിപ്പോയിൽ നിന്നും കെ.എസ്.ആർ.ടി.സിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൽപ്പറ്റ യൂണിറ്റിൽ നിന്നും കെ.എസ്.ആർ.ടി.സിയുടെ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ ഇവിടെ സംഭവ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. നഞ്ചൻകോട് പോലീസ് സ്റ്റേഷനിലേക്ക് ബസ് കൊണ്ടുപോയിരിക്കുകയാണ്. സംഭവം നഞ്ചൻകോട് പോലീസ് അന്വേഷിച്ചു വരികയാണ്. കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. സിജു, ജോഷ്ല, ഈ ബസ്സിലുണ്ടായിരുന്ന ഒരാൾക്ക് പോലും പരിക്കേറ്റിട്ടില്ല. നേരത്തെ ജോഷ്ല പറഞ്ഞ പോലെ ഈ ചില രേഖകളടക്കം കത്തി നശിച്ചു എന്ന് പറഞ്ഞു. ഇത് ഇന്റർ സ്റ്റേറ്റ് സർവീസ് നടത്തുന്ന ബസ്സാണല്ലോ, ഈ വോൾവോ ബസ്സായിരുന്നു, അങ്ങനെയാണോ ഇത്? തീർച്ചയായും സിജു, കോഴിക്കോട് ഡിപ്പോയുടെ KS108 എന്ന ബസ്സിനാണ്, ബാംഗ്ലൂർ കോഴിക്കോട് ബസ്സിനാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഈ ബസ് പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു. എന്നാൽ ബസ്സിൽ നിന്നും പുക ഉയർന്ന ഉടൻ തന്നെ യാത്രക്കാരെ എല്ലാം തന്നെ ബസ്സിൽ നിന്നും മാറ്റാൻ KSRTC ജീവനക്കാർക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യാത്രക്കാർക്ക് ആർക്കും തന്നെ പൊള്ളലേറ്റിട്ടില്ല. ശരി, ജോഷിലയാണ് വിവരങ്ങൾ നൽകിയത്. നഞ്ചൻകോട് KSRTC ബസ്സിന് തീപിടിച്ചു. യാത്രക്കാർക്കാർക്കും പരിക്കില്ല. ചില രേഖകൾ കത്തി നശിച്ചു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.